പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന സങ്കീർത്തനങ്ങൾ 139 അധ്യായം 14 വാക്യം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനെ മാത്രമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം തന്നെ നല്ലതു തന്നെയാണ്. മനുഷ്യനൊഴികെ മറ്റു ജീവജാലങ്ങളിൽ ദേഹവും ദേഹിയും, അതായത് ജീവൻ മാത്രമുള്ളപ്പോൾ മനുഷ്യനിൽ ആത്മാവെന്ന ഒരു പ്രധാന ഘടകം കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഈ ആത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് ദൈവിക ചിന്തയും ധാർമ്മിക ബോധവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നോക്കൂ, ഭയങ്കരവും അതിശയവുമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാനുഷിക ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നത് അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കുമ്പോഴാണ്. പക്ഷേ ഇന്നത് പൂർത്തീകരിക്കുവാൻ, അതായത് അതിനു മുമ്പ് തന്നെ ലോകത്തിൽ നിന്ന് പലരും പ്രായവ്യത്യാസമില്ലാതെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന പല പ്രതിസന്ധികളും പലരുടെയും ജീവിതത്തെ തളർത്തിക്കളയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങൾ 39:5 ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. പ്രിയ മക്കളെ, നോക്കൂ, അതായത് നമ്മുടെ ആയുസ് എന്ന് പറയുന്ന ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയും വാടിപ്പോകുന്ന പുഷ്പം പോലെയും തൂകിപ്പോകുന്ന വെള്ളം പോലെയും ക്ഷണികമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഞാൻ തന്നെ പറയുന്നുവെങ്കിലും പിന്നീടുള്ള നിമിഷം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഏറിയാൽ 70 80, നോക്കൂ, വർഷങ്ങൾ മാത്രം 80 അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ചുരുങ്ങിയ ആയുസ്സിൽ ജീവിതമെന്ന ആ 3 അക്ഷരത്തെ വളരെ പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കി ജീവിക്കണം. ഇന്ന് 70 80 അതൊക്കെ മാറിയിട്ട് പ്രിയ മക്കളെ, ഒരു 40 50 വയസ്സ് വരെ അത്രേ നമ്മൾ എത്രമാത്രമാണ് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെ ആയുസ് അതിലും കുറവ് തന്നെ ഉള്ളതായിട്ടുള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, അതായത് പ്രായം എന്ന് പറയുന്നത് ഒന്നുമില്ല പ്രീതി മക്കളെ. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ മരണമെന്ന 3 അക്ഷരം കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. നോക്കൂ, ഈ ജീവിതം നാം ആയിട്ട്, അതായത് ഒരിക്കലും നമ്മുടെ ജീവിതം നാം ആയിട്ട് ഇല്ലാതാക്കരുത്. മരണം എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് ഒരിക്കലും കരുതരുത്. നോക്കൂ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെട്ടവരാകിയാൽ നാം മരണത്തിനപ്പുറമുള്ള ന്യായവിധിയെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. പലരും വിചാരിക്കും എൻ്റെ ജീവിതം ഇത് മതി, ഇത്രയുള്ളെന്നും പറഞ്ഞിട്ട് ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കടന്നു വരുമ്പോൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു, അതായത് ആത്മഹത്യയിൽ കൂടെ അത് ഇല്ലാതാക്കുന്നുണ്ട്. പ്രിയരെ, ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളത് ഒരു ദൈവിക പൈതല് ഹല്ലേലൂയ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരിക്കണം. നോക്ക്, അതുകൊണ്ടാണ് നാം കേവലം ഒരു മനുഷ്യനായിട്ടല്ല, മനുഷ്യന്മാരെ കണ്ടിട്ടില്ലാത്ത, അതായത് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി
വെളിപ്പെടുത്തിയ ദൈവമാണ് യേശു ക്രിസ്തു. നോക്കൂ, ഹല്ലേലൂയ. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, യേശു ക്രിസ്തുവിന്റെ പ്രധാന ഉദ്ദേശം അത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട നരക ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുക എന്നതാണ് യേശു ക്രിസ്തുവിന്റെ പ്രധാന ഉദ്ദേശം. നോക്കൂ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തു സ്വയമായി ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പഴയ നിയമം നാം വായിച്ചു നോക്കിയാൽ പാപപരിഹാരത്തിനായി യാഗം അർപ്പിക്കുന്ന, അതായത് ആടിനെയും കാളയെയും പക്ഷിയെയും ഒക്കെ ആര് കൊണ്ടുവന്നായിട്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴെന്താണ്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി പാപക്ഷമയും സ്വർഗരാജ്യ പ്രവേശനവും സാധ്യമാകുന്നു. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് വേണം നാം സമർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ നാം ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. നാം മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ വളരെ വിലപ്പെട്ടവരാണ്, വിലയേറിയവരാണ്. കർത്താവിന് നമ്മൾ ഹല്ലേലൂയ എല്ലാവരിൽ നിന്നും ഹല്ലേലൂയ എന്തോ നമ്മെ നിർമ്മിച്ചിരിക്കേണ്ട ഉദ്ദേശം അപ്പൻ അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഹല്ലേലൂയ ആത്മാവ് കൂടി തന്നത്. ഹല്ലേലൂയ. ആ ആത്മാവിനെ നാം ആയിട്ട് ഒരിക്കലും നശിപ്പിക്കുവാൻ നോക്കരുത്. ഹല്ലേലൂയ. നിത്യമായ ഒരു ഭവനം നമുക്ക് വേണ്ടി അപ്പൻ ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. പ്രിയ മക്കളെ, നിത്യതയ്ക്ക് വേണ്ടി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, സ്വയമായിട്ട് ജീവിതം ഇവിടെ ഹല്ലേലൂയ ഇല്ലാതാക്കുന്നവർക്ക് ഹല്ലേലൂയ ആ നിത്യത അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവം തരുന്ന ഏത് ഹല്ലേലൂയ അവസ്ഥകളിലും നമ്മൾക്ക് കടന്നു പോകുവാൻ കഴിയണം. നമ്മുടെ അപ്പനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ കർത്താവപ്പച്ചൻ നമ്മൾ സ്തോത്രവും സ്തുതിയും അർപ്പിച്ച് കിട്ടുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. വളരെ വിലപ്പെട്ടതാണ് നമ്മൾ. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ വളരെ ഭയങ്കരമായി അതിശയമായി നിർമ്മിച്ചിരിക്കാൻ എൻ്റെ അപ്പൻ എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അപ്പാ, എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പ, എന്ന് വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരം കൂടെ ഇരിക്കണമേ. അപ്പച്ചാവർ അവരുടെ സൃഷ്ടിയെക്കുറിച്ച് കർത്താപ്പച്ചനെ ഓർത്തു മനസ്സിലാക്കുവാൻ, എൻ്റെ അപ്പൻ എന്നെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഓർത്ത് മനസ്സിലാക്കുവാൻ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരട്ടെ. കർത്താവിന്റെ മുഖത്തെ നോക്കി ജീവിക്കുന്നവരായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.